ആശുപത്രിക്ക് പോണത്? മമ്മി എന്നെ വിട് മമ്മി, എനിക്ക് ബാത്റൂമിൽ പോയാ മതി മമ്മി, വിട് മമ്മി. ഏയ് എന്ത് പെണ്ണാണ് ഈ പെണ്ണ്, ഒന്നും മുണ്ടാതിരിക്കുന്ന മാറിയതല്ലേ, മറ്റൊരു ചെവിക്കല്ലൊക്കെ പൊട്ടിപ്പോയി. ഏയ് ഇവിടെയാണ് തൊള്ളടല്ലേ, ഒന്നും രണ്ടാണ് തൊള്ളിടുന്നത്, മൂന്നെണ്ണം എന്നില്ല ഇങ്ങനെ ചെവി ഇങ്ങനെ പിന്നെ പൊട്ടാതിരിക്കുവോ? അപ്പഴേ ഞാൻ പറഞ്ഞതാ അവളോട് ടൂർ വരണ്ടാന്ന്. അപ്പൊ അവൾക്ക് ടൂർ വന്നേ തീരുള്ളൂ, എങ്ങോട്ടും പോകാത്ത പോലെ. ഒന്ന് മിണ്ടാതിരിക്കുന്ന മൃദുജി, ഈ സമയത്തെങ്കിലും അന്റെ ആ കുഞ്ചും പൂരൊക്കെ ഒന്ന് മാറ്റി വെച്ചൂടെ? എന്താ ഇനി വണ്ടി വരാത്തത്? അമ്മ വേണ്ടമ്മ, എനിക്ക് ലഗുതി പോയാൽ മതി അമ്മ. അമ്മ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ലേ. മിണ്ടാതിരിക്കും മോളെ, ഹോസ്പിറ്റലിൽ പോയാലല്ലേ ഉള്ളൂ അസുഖം മാറുള്ളൂ. അസുഖം മാറൊന്നുമില്ല, ഓല് വെറുതെ ഇങ്ങനെ സൂചി കുത്തിക്കേറ്റു. ഇത് സൂചി വേണ്ടേ. എന്ത് മനോഹരമായ പാട്ടാണ്. പാട്ടോ? ആരിപ്പോ പാട്ട് പാടിയത്? ഇക്രു ഇതിനോട് പറയണ്ടോ. എടി പെണ്ണെ, അങ്ങോട്ട് നോക്കി നോക്ക്. ഞാനിവിടെ കരഞ്ഞപ്പളേ ഓലിക്കെന്നെ നോക്കി ചിരിച്ചില്ലേനു, ഇപ്പൊ എന്ത് രസാ നോക്ക്. ഏയ് ഓലെ പാട്ടും കേട്ടിട്ട് ഞാൻ നിക്കാനേ അങ്ങനെ തന്നെ വേണം. എനിക്ക് നല്ലോണം ഇഷ്ടായിക്കോളൂ, നല്ലോണം. അമ്മ വേണമ്മ, ഞാൻ ടോയ്ലറ്റിൽ പോട്ടമ്മ, എന്നെ വേണമ്മ. ഇത് കരച്ചിലാണ് ആ പെണ്ണിന്റെ, ഒരു കഴുതരാഗം കേൾക്കണ പോലുണ്ട്. എടാ ഇക്രു വേണ്ടട്ടോ, കളിയാക്കണ്ടട്ടോ. ഒന്ന് പോ കുഞ്ഞി പത്ത് അവിടുന്ന്. ഞാൻ നല്ലോണം കളിയാക്കും. കളിയാക്കിട്ടെ ഊളി ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. മമ്മി എന്നെ ഒന്ന് വിട് മമ്മി, പ്ലീസ് മമ്മി. എനിക്ക് ടോയ്ലറ്റിൽ പോണം മമ്മി, എന്നെ വിട് മമ്മി, എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്നും പോണ്ട. ദാ ചക്കി അവിടെ മിണ്ടാതെ കിടന്നട്ടോ, എനിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടേ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ടൂർ വരണ്ടാന്ന്, ഇതൊക്കെ തന്നെയാ ഞാൻ പറഞ്ഞത്, ഇവരുടെ കൂടെ ഒന്നും വരണ്ടാന്ന്. എന്റെ മൃദു, ഇതൊന്നും മിണ്ടാതിരിക്കുമ്പോഴേ ആ ടീച്ചർമാരൊക്കെ കേൾക്കുന്നുണ്ടോ? എന്ത് വർത്താനാ ഈ പറയുന്നത്? പിന്നെ ഞാൻ പറയുന്നതാണോ കുറ്റം, ചെയ്യുന്നത് കുറ്റമൊന്നുമല്ലേ? അല്ലെങ്കിൽ അത്രയും വൃത്തിയില്ലാത്ത ഒരു ഹോട്ടലിൽ എന്തിനാ കയറിയത്? വേറെ നല്ല ഹോട്ടലൊന്നും ഇല്ലേ? അതിനിങ്ങനെ കാശ് ലാഭം നോക്കിട്ടെ ആ ചെറിയ ഹോട്ടലിൽ കയറിയതല്ലേ. അതിനിപ്പോ ആ ഹോട്ടലിന് കുറ്റം പറയാനായിട്ട് വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ, എന്നാലല്ലേ നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ. അതെ, ഇവർ വേറെ എവിടെന്നെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇവർ 3 പേര് മാത്രമല്ലേ പ്രശ്നമുള്ളൂ, വേറെ ആർക്കും ഇല്ലല്ലോ. മറ്റുള്ളവർക്കൊന്നും ഒന്നും ഇല്ലെന്ന് തെങ്ങി തറപ്പിച്ച് പറയാനാവും. ഇനിയും വന്നുകൂടായില്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കേ. ഒന്ന് സ്വസ്ഥത തരൂ ആരെങ്കിലും. ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, പെൻസിലാണെങ്കിൽ ഇവിടെ തോയിലും തരൂലേ. അമ്മ വേണ്ടമ്മ, എന്റെ പൊന്നമ്മേനെ ഞാൻ ഒന്ന് ബാത്റൂമിൽ പോട്ടമ്മ, ഒന്ന് വേണ്ടമ്മ. ടീച്ചർ എന്താണ് ഇനിയും വണ്ടി വരാത്തത്? അത് പിന്നെ ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. ഒന്ന് വേഗം വേണം, മനുഷ്യന്മാർ എത്രയെന്ന് വെച്ചിട്ട് ഇവരിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നേ. എന്നാലേ ഇങ്ങനെ സുവർണാവസരെ ഇപ്പൊ തന്നെ കൺമുന്നിൽ നടക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ചിരിച്ചോ നല്ലോണം ചിരിച്ചോ, അനക്ക് വരുമ്പോഴേ എല്ലാരും ചിരിച്ചോളും. എനിക്ക് ബാത്റൂമിൽ പോയാൽ മതി, ആശുപത്രി കൊണ്ടുപോകല്ലേ. ഒന്നും മിണ്ടാതിരിക്കും ചിന്നു, ആളുകളൊക്കെ ശ്രദ്ധിക്കണോ. ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ എനിക്ക് ഇങ്ങോട്ട് വേണ്ടാന്ന്. പാവം കുട്ടി, തീരെ സുഖമില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞിട്ടില്ലേ, ഇനിയുണ്ടോ? എന്തു പറ്റി മേഡം? ഞാനിപ്പോ മേഡം ഒടുകൊന്നല്ല, ഞാനേ പാത്തോണ് പാത്തു. ആ എന്താണ് പാത്തു? എന്താണെന്നോ? എന്താണെങ്കിലും പറ പാത്തു. അത് പിന്നെ ആംബുലൻസിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് രോഗികൾ ഇങ്ങനെ വന്നിറങ്ങുമ്പോഴേ ഇവിടെ ഇങ്ങനെ മല പോലെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അത് രോഗികളെ കൂടെ കേറുന്നവർക്ക് തടസ്സാവൂലേ? എന്ത് പണിയങ്ങൾ ഈ കാട്ടുന്നത്? ഞാനും ഇവിടെ ആർക്കും തടസ്സമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചോണ്ട് നിൽക്കാതെ മാറിപ്പോയിക്കാ. എന്തൊരു സ്ത്രീയാണത്? ഒരു പുറവർക്കൽ അത്ര ശരിയല്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞിട്ടില്ലേ. അതപ്പോ നല്ലത്. ഞാനില്ലെങ്കിലേ കംപ്ലൈന്റ് പാത്ത് വരാനേ നിനക്ക് അറിയോ? ഓ എന്തൊരു ജന്മ അത്. ഇനി ആ എരുമപ്പണ്ണി തൊള്ളടല് കേൾക്കണം. എന്താ ഒരു വണ്ടിയിൽ എത്രണ്ണാണ്?
കണ്ടിട്ടല്ലേ ഈ കരയുന്നേ. എന്നാലേ കുട്ടി നാളെ അവിടെ തന്നെ നിന്നോ. ആശുപത്രിക്കൊന്നും വരണ്ട. അവിടെ നിന്നിട്ടേ നിലവിളിച്ചുകൊണ്ട് നിന്നോളി. ഒരു കുട്ടി നാളെയും വന്നിക്കണത് മനുഷ്യന് വേറെ പണിയില്ലാത്ത പോലെ ഒരു നേരായി കടന്ന് കാർന്നു. എവിടത്തെ പൊട്ടി മനസ്സിന്റെ. അയ്യോ, ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ഏയ് കുട്ടി, എന്ത് വേണം? എന്തിനാ കുട്ടി ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുന്നേ? എനിക്ക് ടോയ്ലറ്റിൽ പോണം. പേര് പറയൂ കുട്ടി. കുട്ടിയുടെ പേരെന്താ? ടോയ്ലറ്റിൽ പോകാനും വേണം പേര്. എന്റെ പേര് ചിന്നുന്നാ, ചിന്നു. കുട്ടിയുടെ കൂടെ വേറെ ആരുമില്ലേ? അയ്യോ, എനിക്ക് സംസാരിച്ചോണ്ട് നിൽക്കാൻ സമയല്ലേ, ഞാൻ പോണോ. ഏയ് കുട്ടി, അവിടെ നിൽക്കൂ. ഇല്ല, ഞാൻ നിൽക്കൂല. ആ കുട്ടി തനിയേ ഉള്ളല്ലോ, അതെങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്? അങ്ങനെ ഒരു കുട്ടിയെ തനിച്ച് വിടുവോ? ചിലപ്പോൾ ആരെയും കാണാതെ ഇറങ്ങി വന്നതാണെങ്കിലോ? അയ്യോ, ആ കുട്ടിയെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ചിന്നു, ചിന്നുസേ. ആകെ മൊത്തം ശരിയല്ലല്ലോ. ഇവിറ്റുകൾ എന്തിനാ ഇവിടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്നത്? അത് ചിലപ്പോൾ ആ കുട്ടിയെ അന്വേഷിച്ച് വരുന്നവരാവും. ചിന്നു, ചിന്നു മോളെ, ചിന്നു. ഏയ്, എന്തിനാണ് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? കാര്യം പറയോ? അത് പിന്നെ ഒരു കുട്ടി ഇതിനെ ഓടിപ്പോണ കണ്ടോ? ആ, ഒരു വെള്ള ടൗസർ ഇട്ടൊരു കുട്ടിയല്ലേ? അതന്നെ, അതന്നെ. ആ കുട്ടി ഇതാ ആ ഭാഗത്തേക്ക് ഓടിപ്പോയിട്ടുണ്ട്. എന്നാ വാ, വേഗം പോയി നോക്കാം. വേഗം വാ, അവിടെ തന്നെയുണ്ട് ചിന്നു. ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നെ വീടമ്മ, എനിക്ക് ടോയ്ലറ്റിൽ പോയാ മതി അമ്മ. എന്നെ വീടമ്മ. ഒന്ന് ഉച്ച ഉണ്ടാക്കാതിരിക്കും തക്കടുവാവേ, ഇതൊരു ഹോസ്പിറ്റലല്ലേ. എന്നെ വീടമ്മ, വീട്. കുട്ടി, ഇവിടെ ഡോക്ടർ ഉണ്ടോ? ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്? ഇപ്പൊ അസുഖം പിടികിട്ടി. ഇതിനെ ആ ദേവൻ ഡോക്ടറെ കണ്ടാ മതി. എന്താ കുട്ടിയുടെ പേര്? പേരൊക്കെ പിന്നെ പറഞ്ഞാൽ മതി. നിങ്ങൾ വേഗം വിട്ടോ. ആ കുട്ടീനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വരൂ. എന്നിട്ട് ഒരാൾ കൂടെ വന്നിട്ടേ ടോക്കൺ എടുത്തോളൂ. അയ്യേ, നാലിട്ട് പാടില്ല. ഒന്നങ്ങോട്ട് വിട്ടു നിന്നേ. ഷോ, അവിടെ നിൽക്കണം ചേച്ചിയുടെ ഒരു അവസ്ഥ. അയ്യേ, ഇതുപോലെ രണ്ട് പേഷ്യന്റ് വന്നാലേ ഇവിടെ നാലിട്ട് പാടില്ല. എന്താ അമ്മാവാ? കുട്ടിയെ, ഇത് പ്രഷറിന്റെ ഗുളിക കഴിഞ്ഞു. അതൊന്ന് എടുത്ത് കാട്ടിക്കാ. ഡോക്ടറുടെ എഴുത്ത് എവിടെ അമ്മാവാ? അജോ, ഞാനത് എടുത്തിട്ടില്ല പറയും പോലെ. കുട്ടിയെ, അല്ലെങ്കിലേ പ്രഷറിനുള്ള ഗുളിക രണ്ടെണ്ണം ഇങ്ങോട്ട് കാട്ട്. ഇന്ന് കൊണ്ടിട്ടേ കുടിച്ചാനേ ഗുളികയൊന്നുമില്ല അവിടെ പേരിലേ. അമ്മാവാ, അങ്ങനെയൊന്നും ഗുളിക തരാൻ പറ്റില്ല. ഇതൊന്നും തന്ന കുട്ടിയെ, അല്ലാതെ ഞാൻ എന്ത് ഗുളിക കുടിച്ചാ? അമ്മാവാ, നിങ്ങളോട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ എഴുത്തരുന്ന മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. ചേട്ടാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഡോക്ടറെ കാണെങ്കിലേ ഡോക്ടർ ഫീസ് വേറെ തരണ്ടേ. ഇന്റെ അടുത്താണെങ്കിലേ ഡോക്ടറെ കാണാനുള്ള പൈസയില്ല. വെറും മരുന്നിനുള്ള പൈസ മാത്രമേ ഉള്ളൂ.